ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു അറബിക് ഡിഷ് ആയിട്ടുള്ള കമീർ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കമീർ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് 250 ml 4 കപ്പിൽ മൈദയാണ് കേട്ടോ ചേർത്തെടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയാക്കി ഇട്ടെടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റും സോഫ്റ്റും ഉണ്ടാവുക മൈദ മാത്രം ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഇപ്പോൾ 3/4 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ 1.5 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർക്കണം. പാൽപ്പൊടിയാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് വേറെ ഒരു ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമുക്ക് കരിഞ്ജീരകയില്ലേ, കറുത്ത എള്ള് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ ഈ ബ്രെഡിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കിയിട്ട് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം. ഇപ്പം കറക്റ്റ് പാൽ എത്ര എടുക്കണ്ടേന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ പൊടിക്ക് ഓരോ അളവായിരിക്കില്ല. അതായത് ചില മൈദക്ക് കൂടുതൽ പാൽ വേണ്ടി വരും, ചില മൈദക്ക് കുറച്ച് പാലേ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒരു നല്ലൊരു എന്താ പറയുക, ചപ്പാത്തിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഡോ ആക്കിയിട്ട് തയ്യാറാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിതാ മാവ് ഫുള്ളായിട്ട് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുത്തിന്. ഇനി ഇത് നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂറോളം മാറ്റി വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടാ കുറച്ച് മേലേട്ട് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം. കുറഞ്ഞത് ഒരു 1.5-2 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടിയിട്ട് എടുക്കും. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം ടൈം വേണ്ടി വരും. അപ്പം ഒരു ചൂടുവെള്ളത്തിൻ്റെ പാത്രം എടുത്തിട്ട്, അതായത് ചെറിയ ചൂടുവെള്ളമുള്ള പാത്രം എടുത്തിട്ട് ഈ പാത്രം നമ്മൾ പൊങ്ങാൻ വേണ്ടി വെക്കുന്ന പാത്രം അതിൽ ടച്ച് ചെയ്യാത്ത രീതിക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചെടുത്താൽ മതി. അപ്പോൾ വേഗം തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇതാ 1.5 മണിക്കൂറിന് ശേഷം എൻ്റെ മാവ് ഡബിൾ സൈസായിട്ട് വന്നിന്. ഇനി ഇത് ഒരു വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൂരി പോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ റൗണ്ടിൽ പരത്തിയിട്ടെടുക്കാം. ഞാനിപ്പോൾ വലിയ ബോൾസ് തന്നെ ആക്കിയിട്ട് എടുക്കുന്നത്, കാരണം ഞാനിത് കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ ഓരോ ബോളും നമുക്ക് പരത്തിയിട്ടെടുക്കണം. ഞാൻ ഇപ്പം പരത്തുന്ന പലകയിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് റൗണ്ടിൽ വലിയ രീതിക്ക് തന്നെ ഒന്ന് പരത്തിയിട്ട് എടുക്കുന്നുണ്ട്. ഇതൊരു 4-5 ആൾക്ക് കഴിക്കേണ്ട ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതാ നല്ല റൗണ്ടിൽ പരത്തിന്. ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുബൂസിനേക്കാളും ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 8 എണ്ണം ആക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ലേ, ഈ രീതിക്ക് ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ റൗണ്ടിലായാലും പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓയിൽ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബ്രെഡാക്കിയിട്ടും നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ, കാരണം ഉൾഭാഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബട്ടൂരി പൂരിയൊക്കെ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഓയിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കുമ്പം ഇത് കുറച്ച് പൊങ്ങി വരും കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഓവനിലും ചെയ്തെടുക്കാം കേട്ടോ. ഈ ബ്രെഡ് നമുക്കിപ്പോൾ ഓയിൽ ഫ്രൈ ആക്കുന്നതല്ല കുറച്ചും കൂടി ഈസി. അപ്പം ഇത് നെയ്യൊന്നും ഒട്ടും കുടിക്കില്ല, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഒന്ന് അപ്പുറം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കളർ ചേഞ്ച് ചെയ്യിക്കാനാൽ കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കമീർ ബ്രെഡും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നമ്മൾ ബട്ടൂരിൻ്റെ എല്ലാം ഒരു അപരനായിട്ട് വരും, എന്നാലും ആ ഒരു കരിഞ്ജീരകങ്ങളിൽ ഇട്ടുകൊടുത്തോണ്ട് തന്നെ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ ഇതിന്. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് എന്താ പറയുക, ഉൾഭാഗമെല്ലാം നല്ല ബ്രെഡ്, നല്ല പുറത്തുനിന്ന് അങ്ങനെ ബ്രെഡില്ല അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ട്രൈ ആക്കി നോക്കാം. ഇനി സിമ്പിളായിട്ട് ഒരു നല്ല ടേസ്റ്റുള്ള
ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി, വലിയ അല്ലിയാണ് കേട്ടോ, 5 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയായിട്ടോ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് കളറും കിട്ടും, എരിവ് കുറവായിരിക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ നമ്മളെ പെരുംജീരകയില്ലേ അതും കൂടി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് അരക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് പറയാൻ വിട്ടുപോയി, ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം മിക്സാക്കിയിട്ട് എടുക്കാൻ. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത, പുളി ഉള്ളതാണെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് മിക്സ് ആക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ മസാല തേച്ചിട്ട് നമ്മൾ കറി വെക്കുമ്പം ആ ചിക്കനിലൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇനി 1/2 മണിക്കൂറിന് ശേഷം ഞാനൊരു കടായി എടുത്തിട്ട് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടായ ശേഷം 2 ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഉള്ളിൻ്റെ ഇത് കളർ ചേഞ്ച് ആകുന്ന വരെ നമുക്കൊന്ന് വാട്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയോടൊപ്പം തന്നെ നമുക്ക് 2 ബേ ലീഫും പിന്നെ ചെറിയ കഷ്ണം പട്ടിയും 3 ഗ്രാമ്പും 3 ഏലക്കായും കൂടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ കളർ ചേഞ്ച് ആകുന്ന വരെ നമുക്ക് ഉള്ളി കളർ ചേഞ്ച് ആകുന്ന വരെ കേട്ടോ, ചെറിയ ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ല രീതിക്കൊന്ന് കളർ ചേഞ്ച് ആയിട്ടിതാ ഇതേപോലെ വന്നിനെ. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് തക്കാളി ഉടയുന്ന രീതി വരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ തക്കാളി നല്ല ചൂടായിട്ട് നല്ല ഉടഞ്ഞ് വന്നിനി. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ചിക്കനും ഉള്ളിയും ഒക്കെ ഒരുമിച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ചിക്കന് മസാല വരക്കി വെച്ച ആ പാത്രത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ ഒന്ന് വേവിക്കേണ്ട രീതിക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഈ ടൈം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ചിക്കൻ വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷമാട്ടോ ഞാൻ തുറന്നു കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളെ ചിക്കൻ കറിയിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിന് ഞാൻ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി കേട്ടോ ഇത്. അപ്പോൾ നല്ല രീതിക്ക് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ ഈ വേഗം തന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ട് നല്ലൊരു തിക്നെസ്സിലാണ് ഈ ചിക്കൻ കറി റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിമിൽ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച 2 റെസിപ്പീസും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ രീതിക്ക് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.